ദേവദൂതൻ്റെ കാര്യം അതായിരുന്നു. ഈ നിഖിൽ മഹേശ്വറിന് അലീനയോടുള്ള പ്രണയം എന്ന് പറയുന്നത് ഇന്നാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക, അതായത് എപ്പോഴോ വരാൻ സാധ്യതയുള്ള ഒരാൾക്ക് വേണ്ടി ഒരു ആയുസ് മുഴുവൻ കാത്തിരിക്കുന്നൊരു അലീന. നിഖിൽ മഹേശ്വർ വരാമെന്ന് പറഞ്ഞു പോയി. അയാൾക്ക് കാഴ്ചയില്ല, അയാളുടെ സംഗീതത്തിലൂടെയാണ് അറിയുന്നത്. അതെ, ഇവിടെ നമ്മുടെ പവിത്രൻ മായ ബന്ധം തുടങ്ങുന്നത് രുചിയിലൂടെയാണ്. അയാൾക്ക് ഇന്നേ വരെ ഒരാൾ ഭക്ഷണം അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തില്ല. അയാളുടെ ഓർമ്മകളിൽ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ശേഷം ഒരു ക്യാരക്ടർ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങി അയാളുടെ തന്നെ വാക്കുകളിൽ പറയുന്ന അയാൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കെയറും സൗഹൃദവും അയാളുടെ ഭാഗ്യവും ഒക്കെ കൊണ്ടുവന്ന ഒരു ക്യാരക്ടറാണ് മായ. അപ്പോൾ അതിലൂടെയാണ് ആ പ്രണയം സംഭവിക്കുന്നത്. ആ പ്രണയം സംഭവിക്കുമ്പോൾ അവിടെ ഒരു രൂപമില്ല, അയാൾക്ക് ആരാണെന്ന് അറിയുന്നില്ല, അറിയേണ്ട കാര്യവുമില്ല. നമുക്ക് അങ്ങനെയല്ലേ പ്രണയത്തിന് നമുക്ക് ഇപ്പോൾ സൗന്ദര്യം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാളുടെ രൂപം കണ്ടിട്ട്, അതും തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത്തരത്തിലുള്ള ഒരു എറ്റേണൽ ലവ് ഇല്ല.